ഒരുപാട് പേർക്ക് എപ്പോഴും ഫ്ലോപ്പ് ആവുന്ന ഒരു റെസിപ്പിയാണ് ഉഴുന്നുവടയുടെ റെസിപ്പി. അപ്പോൾ ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഉഴുന്നുവട നമുക്ക് എങ്ങനെ കൈപൊള്ളാതെ നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്നെടുക്കുമ്പോൾ എപ്പോഴും മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വട നന്നായിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ വാങ്ങി വെച്ചിട്ട് കുറേ നാളൊക്കെ ആയിട്ടുള്ള ഉഴുന്നാണെങ്കിൽ ചിലപ്പോൾ ഉഴുന്നുവട നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് പുതിയ ഉഴുന്നെടുക്കുക, അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുക. ഇനിയിപ്പോൾ പിളർന്നിട്ടുള്ള ഉഴുന്ന് മാത്രമേ കിട്ടുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുതന്നെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ബെറ്റർ ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉഴുന്നെടുത്തിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് 1 മണിക്കൂറൊക്കെ കുതിർത്തിട്ട് ഉണ്ടാക്കുന്നത്. അതെനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ അരയ്ക്കാൻ സമയം ഉണ്ടെങ്കിൽ അരയ്ക്കുക, അതല്ലെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുമ്പായിട്ട് എടുത്തിട്ട് അരച്ചാൽ മതി. ഞാനിവിടെ 4 മണിക്കൂർ കുതിർത്ത ശേഷം ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് തണുത്തിട്ടാണ് ഈ ഉഴുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അരയ്ക്കുമ്പോൾ ഒട്ടും ചൂടാവില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ മീഡിയം സൈസുള്ള ജാർ എടുത്തിട്ട് ഈ ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ കുതിർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിടുന്നതിന് മുമ്പായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. പിന്നെ അരയ്ക്കുമ്പോൾ ആ ഒരു കുതിർന്ന വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ചേർത്തിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. മിനിമം എമൗണ്ട് വെള്ളം മാത്രം യൂസ് ആക്കുക, അല്ലെങ്കിൽ ലൂസായാൽ കുറച്ച് നന്നായിട്ട് ഉഴുന്നുവട വരില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്തരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിയൊക്കെ ചേർക്കുന്ന അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ തടിത്തവി ഉണ്ടല്ലോ, അത് വെച്ചിട്ടായാലും മതി. ഇതേപോലെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇലക്ട്രിക് ബീറ്ററില്ലേ, നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന ബീറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് എയർ കയറും. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉഴുന്നുവട ഒരിക്കലും ഫെയിലാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗുണ്ടുമണി പോലെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉഴുന്നുവടയ്ക്കുള്ള പാകമായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ലേശം ഉഴുന്നെടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാവിൽ നന്നായിട്ട് എയർ കയറിയിട്ടുണ്ടെങ്കിൽ ആ മാവ് ഇതേപോലെ പൊങ്ങി കിടക്കും. അതല്ലെങ്കിൽ അത് താഴോട്ട് താഴ്ന്നു പോകും. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ അരച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലിയ സവോളയുടെ പകുതി, പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, പിന്നെ ലേശം കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, ഇത്രയൊക്കെയാണ് ഞാൻ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പതുക്കെ ആ എയർ കളയാണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി അരിപ്പൊടി ചേർത്ത സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ മാവ് ഉള്ളത് കേട്ടോ. ഈ ഒരു മാവ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കൈ എപ്പോഴും ആദ്യം ഒന്ന് നനച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് നടുവിലൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തു. കണ്ടോ, ഇങ്ങനെയാകുമ്പോൾ കൈ ഒട്ടും പൊള്ളാതെ നമുക്ക് എണ്ണയിലേക്ക് ഈ ഒരു വടകൾ ഇട്ട് കൊടുക്കാൻ പറ്റും. പ്രാക്ടീസ് ഉള്ളവർക്ക് കൈ വെച്ച് തന്നെ ചെയ്യാം. പക്ഷെ മാവ് കുറച്ച് ടൈറ്റ് ആയിരിക്കണം. കുറച്ച് ലൂസാണ് മാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ കൈ വെച്ച് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ആകുമ്പോൾ കുറച്ച് ലൂസായാലും പ്രശ്നമില്ല, നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ വട തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, പാചകം പഠിച്ച് വരുന്നവർക്ക് കുറച്ച് പേടിയായിരിക്കില്ലേ, അവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആ ചൂടായ എണ്ണയുടെ മുകളിലേക്കൊന്ന് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ വീണോളും. കണ്ടില്ലേ, നമ്മുടെ ചീനച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് 3 എണ്ണമൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്ന് ചെയ്യുമ്പോഴും കൈയൊന്ന് നനയ്ക്കണം. അതുപോലെ ഗ്ലാസിൻ്റെ അടിഭാഗവും ഒന്ന് ഇതേപോലെ തുടച്ചെടുക്കണം വെള്ളം വെച്ചിട്ട്. അങ്ങനെ നമ്മളിത് അടുത്ത വടയും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിക്കുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൂസായ മാവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതേപോലെ വടകൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇനി ഞാൻ അടുത്ത ട്രിക്ക് എന്താണെന്നും കൂടെ കാണിച്ചു തരാം. അടുത്ത ഒരു ഐഡിയ എന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് പരത്തുന്ന ഇങ്ങനത്തെ കുഴിയുള്ള തവി ഉണ്ടല്ലോ,
അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗവും ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ കൈ നനച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ അടിയിലോട്ട് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാവുമ്പോഴും നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ വട കിട്ടും. ആ ഇടുന്ന സമയത്ത് തവിയുടെ ഒരു ഷേപ്പ് ഇങ്ങനെ തോന്നിയാലും അത് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്നോളും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ പിടിയുള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കയ്യിലേക്ക് എണ്ണ തെറിക്കില്ല. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് എടുത്തിട്ട് അടിഭാഗം ഒന്ന് ജസ്റ്റ് കൈ വെച്ച് കുറച്ച് വെള്ളം വെച്ച് നനച്ച് കൊടുക്കുക. വെള്ളത്തിൽ മുക്കി വെള്ളം ഇങ്ങനെ ഒറ്റി വീഴുന്ന പോലെ ആക്കരുത് കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിക്കും വെള്ളത്തിൻ്റെ അംശം എണ്ണയിലായി കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈ നനച്ച് ചെറിയ ബോൾ എടുത്തിട്ട് അരിപ്പയുടെ ബാക്കിൽ ഇങ്ങനെ വെച്ച് ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ പിടി വെച്ചിട്ട് കറക്റ്റായിട്ട് എണ്ണയിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ എണ്ണ കയ്യിലേക്ക് തെറിക്കില്ല. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ഒരു ട്രിക്കായിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കുന്ന പ്രശ്നം, ഷേപ്പ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഒരുപാട് പേർക്കുള്ളതാണ്. അവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എണ്ണയുടെ ചൂട് ഒരുപാട് ഹൈ ഫ്ലെയിമിലായിരിക്കരുത്. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉൾഭാഗം വേവാതെ ഇരിക്കും. നമ്മളിതിൽ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും നമുക്ക് ഉഴുന്നുവടകൾ കിട്ടും. ഇപ്പോൾ ദാ ഇതേപോലെ ഞാൻ എല്ലാ വടകളും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടാണ് നമ്മുടെ വടകളുള്ളത്. അതുപോലെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഗുണ്ടുമണി പോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഉഴുന്നുവട ഇഷ്ടമായിരിക്കും. പിന്നെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉഴുന്നെടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള അധികം പഴക്കമില്ലാത്ത ഉഴുന്നെടുക്കാൻ നോക്കുക. അതുപോലെ കഴുകിയ ശേഷം വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചായിട്ട് അരയ്ക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കുന്ന സമയത്ത് ചൂടാവാതെ നോക്കുക. ചൂടാവുകയാണെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തിട്ട് അരച്ചാൽ മതി. അതുപോലെ തന്നെ മാവ് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് മാക്സിമം ഉള്ളിലോട്ട് എയർ കടക്കാനായിട്ട് നോക്കുക. എത്രത്തോളം മാവ് എയറിയാവുന്നോ അത്രയ്ക്കും നല്ല സോഫ്റ്റായിട്ട് ഉഴുന്നുവട വീർത്ത് വരും. പിന്നെ നമ്മൾ അതിൽ ഉള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് പതുക്കെ ഇളക്കിയാൽ മതി, ആ എയർ കളയാതെ തന്നെ കേട്ടോ. അതുപോലെ അത് എണ്ണയാണെങ്കിൽ നമ്മുടെ കയ്യിലോട്ടൊന്നും തെറിക്കാതിരിക്കാനും ഞാൻ കുറേ ടിപ്സ് പറഞ്ഞു തന്നു, കുറേ ഐഡിയാസൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉഴുന്നുവട ഇഷ്ടമുള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ ഉഴുന്നുവട എല്ലാവരും തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഫീഡ്ബാക്ക് പറയുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്